ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും സ്ഥിരം ജീവനക്കാരില്ലാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആകെയുള്ള ജീവനക്കാരിൽ സ്ഥിര നിയമനം മെമ്പർ സെക്രട്ടറിക്ക് മാത്രം. 74 ജീവനക്കാരിൽ 70 പേരും കരാർ തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ്. ഇതിന്റെ വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. നോക്കാം, ഈ റിപ്പോർട്ട് നൽകുന്നത് പ്രജിത് മോഹനാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി പ്രജിത് ചേരുന്നുണ്ട്. പ്രജിത്, നമസ്തേ. ഈ വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ നിയമനങ്ങൾ സംബന്ധിച്ച വാർത്തയാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വളരെ തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. വളരെ പെട്ടെന്ന് അടിയന്തരാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥ. അവിടെ ആകെ ഉള്ളത് മെമ്പർ സെക്രട്ടറി എന്ന സ്ഥിര നിയമനം മാത്രം. ബാക്കിയുള്ള എല്ലാവരും കരാർ തൊഴിലാളികളോ ദിവസവേതനക്കാരോ ആകുമ്പോൾ അവർ ദിവസങ്ങൾ വരാതിരിക്കുന്നതും സാഹചര്യം. ഇതെങ്ങനെയാണ് സാധ്യമാവുക സർക്കാരിനെ സംബന്ധിച്ചെന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണമോ നിരീക്ഷണമോ സർക്കാർ തലത്തിലില്ലേ? വീണ, അത് തന്നെയാണ് നമ്മളെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ നൽകുക, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ പ്രതികരണം നടത്തുക, അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കുക, തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിലയിരുത്തലുകൾ നടത്തുക, ഭാവി ദുരന്തങ്ങൾക്കുള്ള സാധ്യതകൾ കണ്ടെത്തുക, അതിനുള്ള പഠനങ്ങൾ നടത്തുക, വിദഗ്ധരുമായിട്ടുള്ള ഏകോപനം, അങ്ങനെ വലിയ ചുമതലകളുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എന്ന് പറയുന്നത്. അത്രയധികം ഉത്തരവാദിത്തങ്ങളുള്ള, അത്രയധികം കേരളം പോലൊരു സംസ്ഥാനത്ത് അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ആ അതോറിറ്റിയിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വളരെ ഗുരുതരമായ സാഹചര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. പ്രത്യേകിച്ച് ആ 74 ജീവനക്കാരുള്ളതിൽ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ശേഖരൻ കുര്യാക്കോസ് മാത്രമാണ് സ്ഥിരം ജീവനക്കാരനായുള്ളത്. പിന്നീട് 3ഓളം ഉദ്യോഗസ്ഥർ ഒരു ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് 70 ജീവനക്കാരുണ്ട്. ഈ 70 ജീവനക്കാരും ഒന്നെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവർ ദിവസവേതന അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾക്കൊന്നിൽ ഒരു കാര്യക്ഷമത ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതിനുള്ള എല്ലാ അവസരവും സർക്കാർ ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ്. കൃത്യമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇത്രയും കാലം ഈ പറയുന്ന സംവിധാനത്തെ സ്ഥിരമായി ജീവനക്കാരെ നിയമിക്കാത്തതിൻ്റെ വലിയ വീഴ്ചകൾ ഉണ്ട് എന്നുള്ളത് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നതാണ്. നേരത്തെ നമ്മോട് സംസാരിച്ച ഒരു ദുരന്ത നിവാരണ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കൃത്യമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിൽ ഒട്ടനവധി പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദഗ്ധ്യത്തിൻ്റെ കുറവ്, അതോടൊപ്പം തന്നെ പരിചയത്തിൻ്റെ കുറവ്, ദീർഘകാലം പ്രവർത്തിച്ചുണ്ടാകുന്ന എക്സ്പീരിയൻസ്, അതൊന്നുമില്ലാതെയാണ് ഈ ജീവനക്കാരിൽ പലരും ഈ പറയുന്ന രീതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ജോലിയെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീടുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക ജോലിയായി തന്നെ തൊഴിൽ സ്ഥിരത ഇല്ലാത്തതിനാൽ തന്നെ മറ്റൊരു നല്ല അവസരം ലഭിക്കുമ്പോൾ ജീവനക്കാർ വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും. അവരെ തടഞ്ഞു നിർത്താൻ സർക്കാരിനോ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ 1-2 വർഷം ഈ സർവീസിൽ പ്രവർത്തിച്ചതിന് ശേഷം അതിൻ്റെ ആവശ്യമായ ട്രെയിനിങ്ങുകൾ അടക്കം ലഭ്യമാക്കിയ ശേഷം ഈ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും വൈദഗ്ധ്യമുള്ള, എക്സ്പീരിയൻസ്ഡായ, പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥൻ്റെ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. അതോടൊപ്പം തന്നെയാണ് അക്കൗണ്ടബിലിറ്റി. അതായത് ഇപ്പോൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾക്കും റിപ്പോർട്ടുകൾക്കും ഒന്നും ഇവരെ പലപ്പോഴും ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരായതിനാൽ തന്നെ കരാർ ജീവനക്കാരായി തന്നെ അവരെ അക്കൗണ്ടബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം ധനകാര്യ മിസ്മാനേജ്മെന്റിലുള്ള പ്രശ്നങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. റിപ്പോർട്ടുകൾ നൽകുമ്പോൾ, പ്രത്യേകിച്ച് ഈ KSDMA പോലെയുള്ള ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തെ ഇത്തരം ഇതുവരെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങൾ, ഇത് സംബന്ധിച്ച് കാലാനുസൃതമായ പുതിയ റിപ്പോർട്ടുകളും അതിൻ്റെ പഠനങ്ങളും ഒക്കെ നടത്താൻ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ നൽകുന്നതിൽ, അത്തരം പഠനങ്ങൾ നടത്തുന്നതിൽ ഒന്നും ഇവർക്ക് കൃത്യമായ ഒരു നയമുണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല തുടങ്ങിയിട്ടുള്ള ധാരാളം വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ വീഴ്ചകൾക്ക് വഴിവെക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലാകുന്ന രീതിയിലേക്ക് ഈ താൽക്കാലികക്കാരെയും കരാറുകാരെയും കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അത് വലിയ അപകടം പിടിച്ച സാഹചര്യമാണ് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രജിത്ത് ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ്. ഈ ദീർഘനാളത്തേക്കുള്ള എന്തെങ്കിലും പഠനങ്ങൾ, ഏതെങ്കിലും മേഖല സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലൊക്കെ നടത്തണമെങ്കിൽ ഒരു കൂടുതൽ കാലത്തെ
ഒരു പ്രവൃത്തി അതിൻ്റെ പിന്നിൽ വേണം എന്നിരിക്കെ കുറച്ചു കാലത്തേക്ക് മാത്രം നിയമിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അതിൽ കാര്യക്ഷമമായി ഇടപെടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാവില്ലേ? അവരുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള യാതൊരു മാനദണ്ഡങ്ങളും അവരിന്മേൽ പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. കാരണം കുറച്ചു കാലത്തേക്ക് മാത്രമാണ് അവരെ നിയമിക്കുന്നത്, കരാർ വ്യവസ്ഥയിലാണ്. അവരുടെ കരാർ റദ്ദാക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞ സമീപകാലങ്ങളിലൊക്കെയും വയനാട് ദുരന്തം അടക്കം സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് പേർ വോളണ്ടിയർലി മുന്നോട്ട് വരാറുണ്ട്. ഞങ്ങൾ സേവന സന്നദ്ധരാണ്, ഞങ്ങളെ കൂടി നിങ്ങളുടെ കൂടെ കൂട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർക്ക് കൃത്യമായ ഒരു പരിശീലനം നൽകി മാത്രമേ ഇത്തരം മേഖലകളിൽ സഹകരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ അങ്ങനെ പരിശീലനം നൽകേണ്ട ആളുകൾക്ക് പോലും പരിശീലനം മതിയായതില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഭീതിപ്പെടുത്തുന്നത്. കൃത്യമാണ്. കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓരോ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അവർ നടത്തുന്ന പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. അതിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള തെറ്റുകൾ വരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ട ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഒരുപാട് വൈദഗ്ധ്യം ആവശ്യമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും എന്ന് പറയുന്നത്. ഇതിൽ പല ആളുകളും ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ളവരാണ് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചു കാലം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. അതും ഈ ഓഫീസ് അസിസ്റ്റന്റ് പോലെയുള്ള ചില തസ്തികകളിൽ, പ്രധാന തസ്തികകളിലൊക്കെയാണ് കൂടുതലും അത്തരത്തിൽ കൂടുതൽ കാലം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഡെപ്യൂട്ടേഷൻ വരുന്ന ഉദ്യോഗസ്ഥരുണ്ട്, പ്രത്യേകിച്ച് ഇതിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ എത്തുന്ന ഉദ്യോഗസ്ഥർ. അവർ പോലും കുറച്ചു കാലം ഒരു സർക്കാർ കഴിയുമ്പോഴത്തേക്കും ആ ഡെപ്യൂട്ടേഷൻ്റെ അതുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെയൊക്കെ നിയമിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കൃത്യമായി സ്ഥിരമായി ഈ പറയുന്ന രീതിയിൽ ഈ ദുരന്തങ്ങളോ ഈ സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്താനോ അവലോകനങ്ങൾ നടത്താനോ അതിന് സ്ഥിരമായി ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് കഴിയുന്ന രീതിയിലേക്കുള്ള ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ കുറേ കാലത്തേക്കുള്ള പഠനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൽ കൃത്യമായി സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് ആ പ്രോജക്റ്റുകൾക്കും ആ പദ്ധതികൾക്കും എല്ലാം തിരിച്ചടിയാണ്. അങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കാലത്ത് ഉയർന്നിട്ടുള്ള വീഴ്ചകൾക്കെല്ലാം അടിസ്ഥാനം നിലവിലത്തെ ഈ കരാർ നിയമനങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥിരമായി ജീവനക്കാരെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തെന്നുള്ള ചോദ്യമുണ്ട്. ഈ ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ ഉള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെയുള്ള സംവിധാനങ്ങൾ വഴിയാണോ ഈ ജീവനക്കാരെ നിയമിക്കുന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിലെ നിയമനങ്ങളിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വീണ. ശരി പ്രജിത്ത്, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്നവരിൽ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് നമ്മൾ. പക്ഷേ അവർക്ക് പോലും ആത്മവിശ്വാസക്കുറവുണ്ട്. കാരണം അവർ കരാർ ജീവനക്കാരാണ്, ഒരുപക്ഷെ വളരെ കുറച്ചു കാലമായി മാത്രം ഈ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവരാണ്, ദിവസവേതനക്കാരാണ്. അപ്പോൾ അവർക്ക് മതിയായ പരിശീലനം കിട്ടാത്തവരും അതിലുണ്ട്. അതിൽ 70 പേരും 74 പേരിൽ 70 ജീവനക്കാരും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം പ്രശ്നത്തിലാണ് നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.